അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ. പുതിയ ഡ്രൈവറുടെ നിയമനത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും 2015-ൽ LDF ഭരണസമിതി സർക്കാർ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഡ്രൈവറെ നിയമിച്ചതെന്നും ഇപ്പോൾ UDF ഭരണത്തിൽ വന്നതിനു ശേഷം അന്വേഷണത്തിലൂടെ നിയമപരമായിട്ടല്ല നിയമനം നടത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇനി പുതിയ ഡ്രൈവറെ തീരുമാനിക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് മാത്രമായിരിക്കുമെന്നും പ്രസിഡന്റ് സുമാ താരിയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജീവനക്കാരനെ നിയമിക്കുന്നതിന് പത്രങ്ങളിലൂടെയോ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയോ യാതൊരു പ്രചാരണവും നടത്താതെയാണ് നിയമനം നടത്തിയതെന്നും ജീവനക്കാരനെ താൽക്കാലികമായി മാറ്റുന്നതിനു വേണ്ടി ഭരണസമിതിയിൽ ഒരു അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും നിയമാനുസൃതമായി കൊണ്ട് തന്നെ പുതിയ ജീവനക്കാരനെ നിയമിക്കുമെന്നും വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് പറഞ്ഞു. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഇന്നലെ ഇടതുപക്ഷ മെമ്പർമാർ പത്രസമ്മേളനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഒരു ഡ്രൈവറെ നിയമിച്ചത് 2015-ൽ ഭരണസമിതിയിൽ ഉള്ള കാലത്താണ്. അത് നിയമപരമായിട്ടുള്ള അടിസ്ഥാനത്തിലല്ല ആ ഡ്രൈവറെ നിയമിച്ചിട്ടുള്ളത്. മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അത് UDFന്റെ ഭരണം വന്നപ്പോൾ അത് അന്വേഷണത്തിലൂടെ അത് ഞങ്ങൾ കണ്ടെത്തി. നിയമപരമായിട്ടല്ല ആ ഡ്രൈവർ നിലവിൽ ഇവിടെ നിൽക്കുന്നത്. അടുത്ത പുതിയ ഡ്രൈവറെ തീരുമാനിക്കുന്നത് നിയമപരമായിട്ട് എടുക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ഭരണസമിതി തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ വൈസ് പ്രസിഡന്റും നജീബാക്കയും അതേപോലെ തന്നെ ഭരണസമിതിയും കൂടി പുതിയൊരു ഡ്രൈവറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിയമപരമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ നോക്കിയിട്ട് തീരുമാനിക്കുകയുള്ളൂ. വാർത്താ സമ്മേളനത്തിൽ UDF പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ വിനീത്, P ശശി, K നസീം, സഫ്വാന ഷെറിൻ, K സാജസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.